നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്താ ബുള്ളറ്റിനായ ഈ ന്യൂസ് 2014ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിക്കാം. തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്നാം മുന്നണി രൂപീകരണമില്ലെന്ന് സീതാറാം യെച്ചൂരി. ഇപ്പോഴത്തേത് യോജിക്കാവുന്നവരുടെ കൂട്ടായ്മ മാത്രം. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മൂന്നാം മുന്നണിക്കെതിരെ മോദി. ഇന്ത്യയെ മൂന്നാം കിട രാഷ്ട്രമാക്കാനുള്ള നീക്കമെന്ന് പരിഹാസം. മൂന്നാം മുന്നണി ആശയം തുടച്ചു നീക്കാൻ സമയമായെന്നും കൊൽക്കത്തയിലെ റാലിയിൽ മോദി. ഞാനല്ല, നമ്മൾ. ഒരു പാട്ടില്ലേ, ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ. തെരഞ്ഞെടുപ്പ് പരസ്യത്തിലൂടെ താരങ്ങളായി രണ്ട് കോഴിക്കോട്ടുകാർ. ഇപ്പം ബസ്സിലൊക്കെ കാണുമ്പോൾ നമ്മളോട് അയ്യോ ടിവിയിൽ പരസ്യത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പരസ്യത്തിലുള്ള ഇന്ന ആളല്ലേ. രാഷ്ട്രീയക്കാർക്ക് വിരമിക്കൽ പ്രായം വേണോ? യുവാക്കളുടെ പ്രതികരണം തേടി ഇലക്ഷൻ ന്യൂസ്. വോട്ടിംഗ് യന്ത്രത്തെ തോൽപ്പിച്ച കേരളം. കോടതി കയറിയ ആദ്യ പരീക്ഷണത്തിന്റെ കഥയുമായി ഇലക്ഷൻ ന്യൂസ് ആർക്കൈവ്സ്. ഇലക്ഷൻ ന്യൂസ് 2014ലേക്ക് വിശദമായി. തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്നാം മുന്നണി രൂപീകരണമില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. സമാന ചിന്താഗതിക്കാരുടെ കൂട്ടായ്മ മാത്രമാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ സിപിഎമ്മിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നും അദ്ദേഹം ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. No, there's not going to be any front at the national level. What will happen to that with the front emerge? We understand our country's own history. We understand our country. Since 1977, no front that formed a government was formed before the elections. Janata Party was formed after elections. United Front was formed after elections. NDA was formed after elections. UPA was formed after elections. So after elections we'll see. But right now what we are doing is that at the various state levels, wherever these parties are there, there will be electoral adjustments, etc. But there is no All India Front that is being formed. Neither are we contemplating that. And what is our expectation in Kerala in this election? Well, in Kerala also, we want all the secular forces to come together. And I think with the LDF and all the secular forces, many of these forces are already there with the LDF in Kerala. And I think when that is the answer, neither the Congress nor the communal forces. And the number will higher than 4 in 2009. That is a Kerala specific situation. That we'll see. Surely it will be higher. മൂന്നാം മുന്നണിയെ പരിഹസിച്ച് ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി. മുന്നണി രാജ്യത്തെ മൂന്നാം കിട രാഷ്ട്രമാക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ വികസനമെത്താത്തതിനു കാരണം ഈ മുന്നണിയിൽപ്പെട്ട നേതാക്കളാണെന്നും കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി കുറ്റപ്പെടുത്തി. परिवर्तन इसके लिए अपनी जान लगा दी. लेकिन मैं पूछना चाहता हूं, परिवर्तन आया है? पश्चिम बंगाल में ममता जी की सरकार पश्चिम बंगाल की भलाई के लिए काम करे और 2014 में दिल्ली में बनने वाली भाजपा की सरकार पश्चिम बंगाल की भलाई के लिए काम करे. दोनों के बीच में स्पर्धा हो जाए. आप देखिए भला किसका होगा. आपको दोनों हाथ में लड्डू हो जाएंगे. ये थर्ड फ्रंट का इरादा हिंदुस्तान को थर्ड रेट बनाने का है. ये जो सेक्युलरिज्म के ठेकेदार है, मैं आज जरा उनको पूछना चाहता हूं, आपने वोट बैंक की राजनीति करके हिंदुस्तान की माइनॉरिटी को, हिंदुस्तान के मुसलमान को इंसान मानने से इनकार कर दिया है. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോയിലൂടെ താരപരിവേഷം നേടിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശികളായ രാകേഷും രമ്യയും. ദേശീയതലത്തിൽ തയ്യാറാക്കിയ പരസ്യ പരമ്പരയിലെ മലയാള വീഡിയോയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അഭിനയിച്ചതോടെ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഇവർക്കിപ്പോൾ തിരക്കോട് തിരക്കാണ്. ഞാനല്ല, നമ്മൾ. ഒരു പാട്ടില്ലേ, ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ. ഈ മുഖവും ശബ്ദവും ഇപ്പോൾ എല്ലാവർക്കും പരിചിതം. മലയാള ടെലിവിഷൻ ചാനലുകളിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ കാണാതെ മലയാളികളുടെ ദിനങ്ങൾ അവസാനിക്കാറില്ല. രണ്ടുപേരും കോഴിക്കോട്ടുകാർ. പെരുവയൽ സ്വദേശി രമ്യ ഹരിദാസും പേരാമ്പ്ര സ്വദേശി PK രാകേഷുമാണിവർ. മലയാള വീഡിയോയിൽ അഭിനയിക്കാൻ 15 പേരെയാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചത്. 5 ദിവസത്തെ ക്യാമ്പിനൊടുവിൽ നറുക്കുവീണത് രമ്യയ്ക്കും രാകേഷിനും.
പിന്നീട് മുംബൈയിൽ 2 ദിവസത്തെ ഷൂട്ടിംഗ്. ചാനലുകളിൽ പതിവ് കാഴ്ചയായതോടെ ജീവിതം മാറിമറിഞ്ഞെന്ന് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറിയായ രമ്യ പറയുന്നു. ഇപ്പൊ ബസ്സിലൊക്കെ കാണുമ്പോൾ നമ്മളോട് അയ്യോ ടിവിയിൽ പരസ്യത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പരസ്യത്തിലുള്ള ഇന്ന ആളല്ലേ. ജീവിതത്തിൽ ആദ്യമായാണ് രാകേഷ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രസകരമായ അനുഭവങ്ങളും ലൊക്കേഷൻ നൽകിയെന്ന് രാകേഷ് പറയുന്നു. എന്നോട് പറഞ്ഞു, നിന്റെ മുഖത്ത് ഒരു ദുഷ്ടന്റെ മുഖമുണ്ട്, അതല്ല നമുക്ക് വേണ്ടത്, കുറച്ചു ഇളമയാർന്ന അല്ലെങ്കിൽ മുഖത്തൊരു പുഞ്ചിരി വിടർന്ന ഒരു മുഖമായിരിക്കണം തനിക്ക് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പെട്ടെന്ന് എൻ്റെ ആ തനി ശൈലിയിൽ നിന്ന് മാറി. ഓരോ കരങ്ങൾക്കും പുരോഗതി. സലാം ഫിഹദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ബാലറ്റ് പെട്ടിയുടെ കഥകൾ ഏറെ കൌതുകകരമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ പോരാട്ടങ്ങളുമായി പാർലമെന്റ് സ്ട്രീറ്റ്. ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷമാണ് വോട്ടിംഗ് യന്ത്രം നാം ഇന്നു കാണുന്ന രൂപത്തിലെത്തിയത്. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട വോട്ടിംഗ് യന്ത്രം ആദ്യമായി പരീക്ഷിച്ചത് കേരളത്തിലായിരുന്നു. വോട്ടിംഗ് മെഷീന്റെ ചരിത്രമാണ് ഇന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പറയുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് കേരളത്തിലാണ്. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിലായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ ആദ്യ പരീക്ഷണം. ബാലറ്റ് പേപ്പറും മഷിക്കൂട്ടും ബാലറ്റ് പെട്ടിയും ഇല്ലാതെ ഇന്ത്യയിൽ നടന്ന ആദ്യ വോട്ടെടുപ്പ്. കോൺഗ്രസിലെ AC ജോസും CPIയിലെ N ശിവൻപിള്ളയും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. ജയിച്ചത് ശിവൻപിള്ള, തോൽപ്പിച്ചത് ജനങ്ങളല്ല വോട്ടിംഗ് യന്ത്രമാണെന്നായി AC ജോസ്. ഞാൻ 120 വോട്ടിന് തോറ്റു. അത് ഇലക്ഷൻ കഴിഞ്ഞ അന്ന് തന്നെ വൈകുന്നേരം ഇലക്ട്രോണിക് വോട്ട് ചെയ്തു, വോട്ടിംഗ് മെഷീൻ വെച്ച് ചെയ്തു, രാത്രി മറ്റ് ചെയ്തു. ആകെപ്പാടെ ആദ്യം ഞാൻ ജയിച്ചു, പിന്നെ തോറ്റു. എങ്ങനെയാണ് എന്തായാലും അവസാനം ഇയാൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ 120 വോട്ടിന് ഞാൻ തോറ്റു. ഞാൻ പിന്നെ കേസ് കൊടുത്തു. യന്ത്രത്തിന് തെറ്റിയെന്ന വാദവുമായി ജോസ് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് സുപ്രീം കോടതിയിലുമെത്തി. 1984 പറവൂർ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്ന് പരമോന്നത കോടതി വിധിയെഴുതി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ ബാലറ്റിലൂടെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. യന്ത്രമുപയോഗിച്ചുള്ള വോട്ടിനെക്കുറിച്ച് നിയമത്തിൽ പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്ന AC ജോസിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ AC ജോസ് ജയിച്ചു. ആ കേസ് പക്ഷെ ഒരു ഗുണം കിട്ടിയത് ഇന്ത്യയിലെ ഏത് നിയമ വിദ്യാർത്ഥിയും ഇറങ്ങി കോളേജിൽ ചെന്നാൽ പഠിക്കേണ്ടതാണ്. കാരണം ആർട്ടിക്കിൾ 324 യഥാർത്ഥ ഡെഫിനിഷനൊക്കെ കൂടില്ല. പക്ഷെ ആ വോട്ടിംഗ് മെഷീൻ നല്ലതാണെന്നുള്ള അത് എല്ലാവരും പ്രൂവ് ചെയ്ത് നിയമപരമായ പ്രശ്നമാണ് ഉണ്ടായത്. പിന്നെ അത് പാർലമെന്റിൽ വെച്ച് അവർ പാസ്സാക്കാനുണ്ടായത്. സുപ്രീം കോടതി വിധി പൊല്ലാപ്പായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം അതോടെ പ്രതിസന്ധിയിലായി. നിയമം ഭേദഗതി ചെയ്യാനായി പിന്നീട് ശ്രമം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് കേന്ദ്ര സർക്കാർ നിയമഭേദഗതിക്ക് നടപടി തുടങ്ങി. യന്ത്രം ഉപയോഗിച്ച് വോട്ട് ചെയ്യാമെന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തി. അങ്ങനെ കേസിനും നീണ്ട നടപടിക്രമങ്ങൾക്കും ഒടുവിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ജനവിധിക്കുള്ള ഉപകരണമായി. ഇന്ന് ലോകത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി വോട്ടർമാർ സംസാരിക്കുന്നു. രാഷ്ട്രീയക്കാർക്ക് വിരമിക്കൽ പ്രായം വേണോ? ഈ ചോദ്യമാണ് യുവ വോട്ടർമാരോട് ഞങ്ങൾ ഉന്നയിച്ചത്. കൊച്ചിയിലെ യുവാക്കൾ പ്രതികരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ രാഷ്ട്രീയക്കാർക്കും ഒരു വിരമിക്കൽ പ്രായം വേണോ? ഇന്ന് ഈ ന്യൂസിൽ ഞങ്ങൾ യുവ വോട്ടർമാരോട് ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ്. രാഷ്ട്രീയക്കാർക്ക് വിരമിക്കൽ പ്രായം വേണോ? ഇപ്പോൾ അവർക്കൊരു റിട്ടയറിംഗ് ഏജ് വയ്ക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യങ് ആയിട്ടുള്ള ആൾക്കാർ കയറി വരും. അവർക്ക് വേണമെങ്കിൽ ഒരു അഡ്വൈസറി റോള് ആയിട്ട് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം ഏതൊരു പ്രൊഫഷനെ പോലെ തന്നെ കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് എക്സ്പീരിയൻസ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കുറച്ചൊരു 60-65 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ബോഡി മൈൻഡ് കുറച്ചുകൂടെ ലെസ് ആക്റ്റീവ് ആവും. അപ്പോൾ ദേ ഷുഡ് മൂവ് ഔട്ട് ആൻഡ് ഗിവ് ചാൻസ് ടു അതർ, മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ ആൾക്ക് ചാൻസ് കൊടുത്താലേ അത് പറയാൻ പറ്റുള്ളൂ. ഇവർക്ക് ലൈക്ക് അഡ്വൈസറി പോലെ നിൽക്കാം. ഇവർക്ക് പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേറെ ഫ്രഷ് ഐഡിയാസ് ഉണ്ടാവും എങ്ങനെ ലീഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. എല്ലാ പ്രൊഫഷനിലും ഇപ്പോൾ നോർമൽ ഡേ ജോബ്സ്, ഞങ്ങൾ ചെയ്യുന്ന ഡേ ജോബ്സിലും എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഏത് ജോലി കയറണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് വെച്ച് കാണിക്കുന്നത് ഫസ്റ്റ് 20 ഇയേഴ്സ് കാണിക്കുന്നത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് 40-45 കഴിഞ്ഞിട്ട് എന്തോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ പവർ ഗെയിം മാത്രമേ ഉള്ളൂ. നാട് നന്നാവണം, ആൾക്കാർ നന്നാവണം, അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല ആർക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു യങ്സ്റ്റേഴ്സ് കുറച്ചുകൂടിയും വന്നാൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ എന്താ, നമ്മുടെ പുതിയ ഐഡിയാസ്. ബിക്കോസ് ഇവരും
അവരുടെ എന്താ പറയുക പഴയ ജനറേഷൻ എന്തൊക്കെ അവർ ലൈക്ക് 20s 30s എന്തൊക്കെ ചെയ്തു അതായിരിക്കും അവരുടെ ഐഡിയാസ്, അത് വെച്ച് നീങ്ങും. ഇപ്പം നമ്മുടെ തന്നെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന നേതാക്കന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസസ്, അവരിപ്പോൾ ജയിലിൽ കിടന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ പൊളിറ്റിക്സിൻ്റെ പല സ്റ്റേജസിലും കൂടെ വന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്തിന് അത് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് വേറസ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ യങ് തിങ്കിങ്, കുറച്ചും കൂടി വിഷനുള്ള യങ്സ്റ്റേഴ്സും അതിൽ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. I think political party should be a mixture of young generation as well as a mixture of experienced and old people. അതുപോലത്തെ ഒരു കളക്റ്റീവ് ഡിസിഷൻ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുന്നേറി പോകാം. And of course ജനങ്ങളുടെ അഭിപ്രായം and what they want has to also be taken into account. പ്രായം ഒരു പരിധിയല്ല, റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് ഒരു എന്താ പറയുക, പൊസിഷനിൽ ഇങ്ങനെ തൂങ്ങി കിടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം മറ്റു പലരും ചെയ്യുന്നവർ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ ഹീ ഷുഡ് ബി ദ വൺ റൂളിങ്, ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. അങ്ങനെയായിട്ടുള്ള ആൾക്കാർക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാവുന്നുള്ളൂ. കേരളത്തിൽ എങ്ങനെയാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ മക്കൾ അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാണ്ട് പുതിയ പുതിയ ആൾക്കാർ വന്ന് ന്യൂ ജനറേഷൻ വന്ന് നമ്മുടെ നാട്ടിലൊരു വ്യത്യാസം വരണം എന്നാണ് എൻ്റെ പേര്. രാഷ്ട്രീയക്കാർക്ക് വിരമിക്കൽ പ്രായം വേണോന്ന ചോദ്യത്തിന് സമ്മിശ്ര പ്രതികരണമാണ് യുവ വോട്ടർമാർക്കുള്ളത്. ന്യൂ ജനറേഷനും പരിചയസമ്പന്നതയും ചേർന്നുള്ളതായിരിക്കണം ഭരണമെന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. ധനേഷ് പയ്യന്നൂരിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് എത്താം, ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇലക്ഷൻ ന്യൂസ് 2014 വീണ്ടും സ്വാഗതം. കണ്ണൂരിൽ കെ സുധാകരനെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് DCC. മറ്റാരെയും പരിഗണിക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവും നമോവിചാർ മഞ്ജുമായുള്ള CPMന്റെ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുമടക്കം കണ്ണൂരിനെ ചൂടുപിടിപ്പിക്കാൻ പോന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുള്ള തെരഞ്ഞെടുപ്പാണ് അടുത്തുവരുന്നത്. ഇത്തരം ഘട്ടത്തിൽ കോൺഗ്രസിന് ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി സുധാകരനാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ലെന്നാണ് DCC നേതൃത്വം വ്യക്തമാക്കുന്നത്. ശ്രീ സുധാകരൻ കണ്ണൂരിൽ വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. കണ്ണൂരിൽ CPMന്റെ കൊത്തളമായിരുന്ന കാലഘട്ടത്തിൽ പോലും അതിനെ അട്ടിമറിച്ച് വിജയം ഭരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരന് കണ്ണൂരിൽ വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. DCCയോട് അഭിപ്രായം എന്ത്, കണ്ണൂരിൽ പാർലമെന്റ് സീറ്റിലേക്ക് ആര് വേണം എന്നൊരു അഭിപ്രായം ചോദിച്ചാൽ അതിന് മറ്റൊരു അഭിപ്രായമില്ലാതെ കെ സുധാകരന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 45,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കെ സുധാകരൻ വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലീഡുണ്ടായിരുന്ന മണ്ഡലങ്ങളിലടക്കം സുധാകരന് ലീഡ് കിട്ടി. മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലെ ഈ സ്വാധീനമാണ് സുധാകരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ DCCയെ പ്രേരിപ്പിക്കുന്നത്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം CPM നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്കുറി പക്ഷെ തോൽക്കാനാവില്ലെന്ന നിലപാടിലാണ് CPM. നല്ല പ്രതിച്ഛായുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ TP കേസ് അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ മൂലമുള്ള വോട്ട് ചോർച്ച ഉണ്ടാകില്ലെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. KK ശൈലജയാണ് പരിഗണനാ പട്ടികയിലെ ആദ്യ പേര്. കണ്ണൂരിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് മണ്ഡലത്തിൽ സിറ്റിംഗ് MP MK രാഘവൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. അതേസമയം LDFൽ പ്രാരംഭ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ല. ഇടതുമുന്നണി ക്യാമ്പിൽ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും UDF പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. കോഴിക്കോട് മണ്ഡലത്തിൽ സിറ്റിംഗ് MP തന്നെ മത്സരിക്കാനിറങ്ങുമെന്ന സൂചനയാണ് UDF നൽകുന്നത്. സിറ്റിംഗ് MP MK രാഘവൻ മണ്ഡലത്തിൽ വികസന സന്ദേശയാത്ര എന്ന പേരിൽ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. കോൺഗ്രസ് ജില്ലാ നേതൃത്വവും രാഘവന്റെ സ്ഥാനാർത്ഥിത്വം ഇതിനകം പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിൽ രാഘവൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ യാത്രയിൽ ഉയർത്തിക്കാണിക്കുന്നത്. ഇത് വോട്ടാക്കാനാവുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ 800ഓളം വോട്ടുകൾക്കാണ് കോഴിക്കോട് മണ്ഡലം ഇടതുമുന്നണിക്ക് നഷ്ടമായത്. കിണഞ്ഞു ശ്രമിച്ചാൽ മലബാറിലെ ഈ സുപ്രധാന സീറ്റ് കൈപ്പിടിയിലാക്കാനാവുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. അതിനായി പ്രബലരെ തന്നെ ഇക്കുറി അംഗത്തിനിറക്കണമെന്നാണ് ഇടതുമുന്നണിയിൽ പൊതുവെയുള്ള അഭിപ്രായം. A വിജയരാഘവന്റെയും എളമരം കരീമിന്റെയും A പ്രദീപ് കുമാറിന്റെയും എല്ലാം പേരുകൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിലൊന്നും പ്രാഥമിക ധാരണ പോലും ആയിട്ടില്ലെന്നാണ് ഇടതുമുന്നണി നേതാക്കൾ പറയുന്നത്. എന്നിരുന്നാലും മുന്നണിയിലെ പ്രബലരായ CPMന്റെ സ്ഥാനാർത്ഥി തന്നെയാവും ഇത്തവണയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുക എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ഗുരുദാസ് ദാസ് ഗുപ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദാസ് ഗുപ്ത പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകി. ജനകീയ പ്രശ്നങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ എന്നും മുന്നിൽ നിന്നിട്ടുള്ള നേതാവാണ് ഗുരുദാസ് ദാസ് ഗുപ്ത.
25 വർഷമായി തുടരുന്ന പാർലമെന്ററി ജീവിതത്തിൽ നിന്ന് വിരമിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനം. ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് വളർന്നു വന്ന ഗുരുദാസ് ഗുപ്ത 1985-ലും 88-ലും 99-ലും രാജ്യസഭയിലേക്ക് പശ്ചിമബംഗാളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2004-ലും 2009-ലും പശ്ചിമബംഗാളിലെ ഘട്ടാൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. പ്രായാധിക്യമാണ് ഗുരുദാസ് ഗുപ്തയുടെ പിന്മാറ്റത്തെക്കുറിച്ച് പാർട്ടി നൽകുന്ന വിശദീകരണം. അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇക്കാര്യത്തിൽ കാണേണ്ടതില്ല എന്ന് CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദാസ്ഗുപ്ത നൽകിയ കത്ത് ഇക്കഴിഞ്ഞ CPI ദേശീയ നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പാർട്ടിക്ക് കൈമാറിയ കത്തിനെക്കുറിച്ച് ദാസ്ഗുപ്ത പ്രതികരിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റിൽ മത്സരിക്കാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയതലത്തിൽ മൂന്നാം മുന്നണി വേണമെന്ന് പറയുന്നതിനൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി സഖ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും CPI പരിശോധിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ ന്യൂസിൽ ഒരിടവേള കൂടി. ഈ ന്യൂസ് 2014 വീണ്ടും സ്വാഗതം. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തെ ചൊല്ലി DMDKയിൽ ആശയക്കുഴപ്പം. ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വിജയകാന്ത് ഇതുവരെ വഴങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച DMDK നിലപാട് ഫെബ്രുവരി 2-ന് പാർട്ടി നേതാവ് വിജയകാന്ത് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വിഴുപുരത്ത് നടന്ന സംസ്ഥാന കൺവെൻഷനിൽ നിലപാട് വ്യക്തമാക്കാതെ വിജയകാന്ത് ഒഴിഞ്ഞുമാറുകയാണുണ്ടായത്. ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് പ്രവർത്തകർ മുന്നോട്ട് വെച്ചതെങ്കിലും പാർട്ടി നേതൃത്വത്തിന് ഇതിനോട് താൽപര്യമില്ലെന്നാണ് സൂചന. BJPയുമായും DMKയുമായും DMDK നേതൃത്വം അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നുണ്ട്. 16 സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് DMDK BJPയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 12 സീറ്റിൽ കൂടുതൽ നൽകാനാകില്ലെന്നാണ് BJP നിലപാട്. BJPയുമായി സഖ്യ ചർച്ച നടത്തുന്ന PMK 14 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴുപുരം സമ്മേളനത്തിൽ രൂക്ഷമായി വിമർശിച്ചെങ്കിലും DMKയുമായി DMDK നേതൃത്വം ഇപ്പോഴും ചർച്ച തുടരുകയാണെന്നാണ് സൂചന. 16 സീറ്റാണ് ആവശ്യം. എന്നാൽ DMDKയുടെ ആവശ്യം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതല്ലെന്ന് DMK പറയുന്നു. പാർട്ടിയുടെ ശക്തി കണക്കിലെടുത്താൽ പരമാവധി 8-9 സീറ്റ് വിജയകാന്തിന് നൽകാനാകൂ എന്നാണ് DMK നിലപാട്. DMKയുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കത്തോട് DMDKയിലെ ചില MLAമാർക്ക് കടുത്ത എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.tv/Janavidhi 2014. യുവ വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള ചോദ്യങ്ങളും ഫേസ്ബുക്ക് പേജിൽ ഉണ്ടാകും. പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്നാം മുന്നണി രൂപീകരണമില്ലെന്ന് സീതാറാം യെച്ചൂരി. ഇപ്പോഴത്തേത് യോജിക്കാവുന്നവരുടെ കൂട്ടായ്മ മാത്രം. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മൂന്നാം മുന്നണിക്കെതിരെ മോദി. ഇന്ത്യയെ മൂന്നാം കിടരാഷ്ട്രമാക്കാനുള്ള നീക്കമെന്ന് പരിഹാസം. മൂന്നാം മുന്നണി ആശയം തുടച്ചു നീക്കാൻ സമയമായെന്നും കൊൽക്കത്തയിലെ റാലിയിൽ മോദി. നമ്മൾ ഒരു പാട്ടില്ലേ, ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ. തെരഞ്ഞെടുപ്പ് പരസ്യത്തിലൂടെ താരങ്ങളായി 2 കോഴിക്കോട്ടുകാർ. ഇപ്പം ബസ്സിലൊക്കെ കാണുമ്പോൾ നമ്മളോട് അയ്യോ TV-യിൽ പരസ്യത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പരസ്യത്തിലുള്ള ഇന്ന ആളല്ലേ. ഇലക്ഷൻ ന്യൂസ് 2014 ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വൈകിട്ട് 7:30 വീണ്ടും കാണാം. അല്പസമയത്തിനകം മുൻഷി, തുടർന്ന് ന്യൂസ് പ്ലസുമായി ശാലിനി ശിവദാസ്. നമസ്കാരം.